മേജർ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അടുത്ത ചില പ്രവചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അപ്പൊ ഇശായിയുടെ കുടുംബത്തിൽ നിന്ന് വരും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ 9-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് 9-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ചും നൽകപ്പെടാൻ പോകുന്ന മകനെ കുറിച്ചും യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അവൻ നിത്യപിതാവാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, എന്നിങ്ങനെയുള്ള ആധിപത്യം അവന്റെ തോളിലിരിക്കും എന്നിങ്ങനെയുള്ള അവന്റെ പ്രത്യേകമായ അധികാരങ്ങളെക്കുറിച്ചും നാമങ്ങളെക്കുറിച്ചും യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ലോകത്തിലെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കും, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ, ബദ്ധന്മാരെ സ്വതന്ത്രരാക്കുവാൻ, തടവുകാർക്ക് വിടുതൽ പ്രസ്താവിക്കുവാൻ, അങ്ങനെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ മെത്തേഡ് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ യെശയ്യാവ് 7:13-14 ഏറ്റവും പ്രധാനപ്പെട്ട, ആരിൽ നിന്ന് ജനിക്കും, ഒരു കന്യകയിൽ നിന്ന് ക്രിസ്തു ജനിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും എന്നുള്ള വളരെ മേജറായ പ്രോഫസി യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും.